അത് മാറ്റണം, കോൺഗ്രസ് ഇറങ്ങി വരണം, ജനങ്ങളിലേക്ക് എത്തണം, തെരഞ്ഞെടുപ്പിന് തയ്യാറാകണമെന്നൊക്കെ തന്റെ ഭർത്താവായ രാജീവ് ഗാന്ധിക്ക് ആഗ്രഹമുണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും അമ്മയും മകളും പോട്ടെ ഉദ്ഘാടനത്തിന് എന്നുള്ളതാണ്. BJP-യിലും കോൺഗ്രസിലും ഒക്കെ ഏതാണ്ട് അങ്ങോട്ടും അവിടെയുള്ള ആളുകൾ ഇവിടെയുള്ള ആളുകൾ അവിടെയും കോൺഗ്രസിന്റെ കാലിനടിയിൽ ഞെരിഞ്ഞമരാനൊന്നും ലീഗ് നിൽക്കില്ല. ഈ ലീഗുകാരുടെ ഒരു ഗതികേടെ ഈ കോൺഗ്രസിന്റെ കാൽച്ചോട്ടിൽ ഇങ്ങനെ കിടന്ന് എരിഞ്ഞ് തീരാനാണോ വിധി എന്നാണ് PV അൻവർ MLA ചോദിക്കുന്നത്. PV അൻവർ MLA-യുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: ലീഗുകാരുടെ ഗതികേടാണ് ശരിക്കും ഗതികേട്. പിതാവിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിയുക എന്നുള്ളതെന്ന പ്രിയങ്ക ഗാന്ധിയുടെ പ്രസ്താവനയെ ന്യായീകരിക്കണം. അതായത് തന്റെ പിതാവിന്റെ ആഗ്രഹമായിരുന്നു ബാബരി മസ്ജിദ് തകർന്നതിന് ശേഷം അവിടെ ഒരു ക്ഷേത്രം, പൊളിച്ചെടുത്ത് ഒരു ക്ഷേത്രം പണിയുക. പിതാവ് ആരാണ്? മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. അത്തരത്തിൽ തങ്ങൾക്കുള്ള മൃദു ഹിന്ദുത്വ സമീപനത്തെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു പറയുകയാണ് കോൺഗ്രസും അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഈ കുറിതൊട്ട് സന്യാസി വേഷം ധരിച്ച രാഹുൽ ഗാന്ധിയൊക്കെ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇതെല്ലാം തന്നെ അഭികാമ്യവുമാണ്. എന്തായാലും ഈ പള്ളി പൊളിച്ചെടുത്ത് അമ്പലം പണിയണം, ക്ഷേത്രം ഉയരണമെന്ന് തന്റെ പിതാവിന് ആഗ്രഹമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പ്രിയങ്ക ഗാന്ധിയെ ന്യായീകരിക്കേണ്ട അവസ്ഥ ഈ ലീഗിനും ഉണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിനുമുണ്ട്, കേരളത്തിലെ കോൺഗ്രസിനുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അടുത്തതായി അദ്ദേഹം പറയുന്നത്, വെള്ളിക്കെട്ട കൊടുത്തുവിട്ട കമൽനാഥിനെ ന്യായീകരിക്കണം. ഈ ക്ഷേത്രം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളിക്കെട്ട കൊടുത്തുവിട്ട കമൽനാഥിനെ ന്യായീകരിക്കേണ്ട അവസ്ഥ. ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ ഇത് വാർത്തയായപ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തെയും ന്യായീകരിക്കേണ്ട അവസ്ഥ ഈ ലീഗിന് ഉണ്ടായില്ലേ എന്നാണ് അദ്ദേഹം രണ്ടാമതായി ചോദിക്കുന്നത്. മൂന്നാമതായി ചോദിക്കുന്നത്, നോർത്ത് ഇന്ത്യയിൽ ചെന്നാൽ, അതായത് നോർത്തിൽ ചെന്നാൽ സംഘപരിവാറുകാരെക്കാൾ വലിയ വേഷം കെട്ടി നടക്കുന്ന രാഹുൽ ഗാന്ധിയെ ന്യായീകരിക്കണം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം ഓരോ സംസ്ഥാനങ്ങളിലെത്തുമ്പോൾ വ്യത്യസ്തമായ വേഷഭൂഷാദികൾ അങ്ങനെയാണ് അദ്ദേഹത്തെ കാണാറുള്ളത്. അപ്പോൾ ഈ സംഘപരിവാറിനേക്കാൾ ഒരു സന്യാസി വേഷത്തിലേക്ക് മാറുന്ന രാഹുൽ ഗാന്ധി, കുറി തൊട്ടുന്ന രാഹുൽ ഗാന്ധി, അവരോടൊപ്പം ചിലവഴിക്കുന്ന രാഹുൽ ഗാന്ധി, പക്ഷെ അത് സംഘപരിവാറേക്കാൾ ഒരു പടി മുന്നിൽ അവരെക്കാൾ വലിയ വേഷം കെട്ടി നടക്കുന്ന രാഹുൽ ഗാന്ധി, ഈ രാഹുൽ ഗാന്ധിയെയും ലീഗിന് ന്യായീകരിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം അടുത്തത് അയോധ്യയ്ക്ക് അദ്ദേഹത്തിന് അടുത്ത കാരണമായി PV അൻവർ പറയുന്നത്, അയോധ്യയ്ക്ക് വണ്ടി കയറാൻ നിൽക്കുന്ന സോണിയാജിയെ ന്യായീകരിക്കണം. അതാണ് ഏറ്റവും പുതിയ വാർത്ത എന്നുള്ളതാണ്. അയോധ്യ ക്ഷേത്രം അതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കേന്ദ്ര സർക്കാർ വിളിച്ചു കൂട്ടുന്ന അതിഥികളിൽ ഉൾപ്പെട്ട, അതായത് സ്വാഭാവികമായും കോൺഗ്രസ് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അവരെ ക്ഷണിക്കാതിരിക്കില്ല. CPIM-നെ ക്ഷണിച്ചിരുന്നു, CPM ആ വേദിയിൽ പങ്കെടുക്കുന്നില്ല, ആ പരിപാടിക്ക് പോകുന്നില്ല എന്ന് നട്ടല്ലോടെ തുറന്നു പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് CPIM. പക്ഷേ സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധി സംഘമോ, ഇപ്പോൾ സോണിയാഗാന്ധി പോയിട്ടില്ലെങ്കിലും പ്രതിനിധി സംഘം പങ്കെടുക്കുമെന്നുള്ള വാർത്ത പോലും പുറത്തു വരുന്നത്. മിക്കവാറും സോണിയാഗാന്ധി തന്നെയായിരിക്കും അങ്ങോട്ടേക്ക് പോവുക. കാരണം തന്റെ ഭർത്താവിന് ഇഷ്ടമുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഭർത്താവിന് അവിടെ ഒരു പള്ളി പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിയണമെന്ന് ഭർത്താവിന്റെ ആഗ്രഹം, അതായത് മകൾ പ്രിയങ്ക ഗാന്ധി പറയുകയാണെങ്കിൽ അത് ഭർത്താവിന്റെ ആഗ്രഹമാണല്ലോ. സ്വാഭാവികമായും ഭർത്താവിന്റെ ആഗ്രഹപ്രകാരമുള്ള ഒരു അമ്പലം അവിടെ ഉയരുമ്പോൾ, പള്ളി പൊളിച്ചെടുത്ത് ഉയരുമ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ സോണിയാഗാന്ധി സ്വാഭാവികമായും പോവും, അത് തീർച്ചയാണ്. അപ്പോൾ അമ്മ മാത്രം പോരാ, മകളും പോട്ടെ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം നേരത്തെ പറഞ്ഞല്ലോ, അച്ഛന് താല്പര്യം ഉണ്ടായിരുന്ന സ്ഥലമാണ്, അതായത് ഈ പള്ളി പൊളിച്ചെടുത്തൊരു ക്ഷേത്രം പണിയണം എന്നുള്ളത് അച്ഛൻ രാജീവ് ഗാന്ധിക്ക് ആഗ്രഹമായിരുന്നെങ്കിൽ തന്റെ ഭർത്താവായ രാജീവ് ഗാന്ധിക്ക് ആഗ്രഹമുണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും അമ്മയും മകളും പോട്ടെ ഉദ്ഘാടനത്തിന് എന്നുള്ളതാണ്. പിന്നെ അവസാനമായി അദ്ദേഹം പറയുന്നത്, ഇന്നലെ വരെ ഓടി നടന്ന് മറിയച്ചേട്ടത്തിയുടെ വീഡിയോ ഒട്ടിച്ചത് മുക്കിയിട്ട് അതിനും ഇനി ന്യായീകരണം കണ്ടെത്തണം എന്നുള്ളതാണ്. നമുക്കറിയാം, മറിയക്കുട്ടി പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് പിച്ചച്ചട്ടിയെടുത്ത് തെണ്ടാനിറങ്ങിയ മറിയക്കുട്ടി, അവർക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ കോണുകളിൽ നിന്ന് നിരവധി പേർ എത്തിയിരുന്നു. അവസാനം ഹൈക്കോടതി പോലും അക്കാര്യത്തിൽ, ആ വിഷയത്തിൽ ഇടപെട്ടു. സർക്കാർ ഹൈക്കോടതിയിൽ കൃത്യമായ അവരുടെ കാര്യകാരണങ്ങൾ പറഞ്ഞു. 2 തവണ പെൻഷൻ നൽകുകയും ചെയ്തു. ഇതിനിടയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം, കാരണം ആദ്യം അവിടെ എത്തിയത് കോൺഗ്രസ്സുകാരാണ്, അത്തരത്തിൽ
പി ടി തോമസിന്റെ മുൻ MLA പി ടി തോമസ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാ തോമസ് ഒക്കെ അവിടെ ഓടിയെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ KC വേണുഗോപാൽജി അവർക്ക് 5000 രൂപ ക്രിസ്മസിന് സമ്മാനമൊക്കെ കൊടുക്കുകയും ചെയ്തു. ഇതിനിടയ്ക്ക് മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയൊക്കെ വന്നിരുന്നു എന്നുള്ളതാണ്. അതിനിടയ്ക്ക് മാധ്യമപ്രവർത്തകർ അവരോട് ചോദിച്ചു, കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണോ? അപ്പൊ അതിനൊരു മറുപടി അവർ പറഞ്ഞു, അതിന് ഞാൻ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരിയാണല്ലോ എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ മറിയ ചേട്ടത്തിയുടെ ക്രിസ്മസ് ആഘോഷം BJP-കാരുടെ ഒപ്പമായിരുന്നു. കുമ്മനം അടക്കം പങ്കെടുത്ത BJP-യുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ക്രിസ്മസ് പാപ്പാഞ്ഞിയെ താടി കൊണ്ടിങ്ങനെ ആ ക്രിസ്മസ് പാപ്പാഞ്ഞിയുടെ താടി ഇങ്ങനെ പിടിച്ച് സൗമ്യമായി ഇരിക്കുന്ന മറിയ ചേട്ടത്തിയുടെ മുഖം കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി, പ്രത്യേകിച്ച് ലീഗ് ഞെട്ടി. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ മുഖ്യ എതിരാളിയായി, കോൺഗ്രസിന് ചിലപ്പോൾ മുഖ്യ എതിരാളി ആയിരിക്കില്ല BJP. കാരണം BJP-യിലും കോൺഗ്രസിലും ഒക്കെ ഏതാണ്ട് അങ്ങോട്ടും അവിടെയുള്ള ആളുകൾ ഇവിടെയുള്ള ആളുകൾ അവിടെയും രീതിയിലെന്ന ആക്ഷേപമാണല്ലോ സ്വാഭാവികമായും ഉള്ളത് എന്നാണ് PV Anwar പറയുന്നത് കേട്ടോ. അപ്പോ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ മറിയ ചേട്ടത്തിയെ ഇങ്ങനെ അവിടെ ചെന്നിരിക്കുമ്പോൾ ഈ അത്രയും കാലം അല്ലെങ്കിൽ അത്രയും ദിവസം ഈ മറിയ ചേട്ടത്തിയെ പൊക്കിക്കൊണ്ട് നടന്നിരുന്ന ലീഗുകാരൊക്കെ എവിടെ പോയി? അതാണ് ചോദ്യം. അതും അദ്ദേഹത്തിന്റെ പോസ്റ്റ് കൂടെ കാണിക്കുന്നു ഇപ്പം. അതായത് ഇതാണ് അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റർ. അതിന് മുകളിൽ നമുക്ക് കാണാം മറിയ ചേട്ടത്തിയുടെ ഒരു ചിത്രം. മറിയ ചേട്ടത്തി പാപ്പാഞ്ഞിയുടെ താടിയെ തഴുകിക്കൊണ്ടിരിക്കുന്നു. തൊട്ടപ്പുറത്ത് കുമ്മനം G ഇരിപ്പുണ്ട്. തൊട്ട് താഴെ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന് പറയുന്ന സിനിമയിലെ ഒരു രംഗത്തിലെ ഒരു കാര്യം ഒരു ട്രോളാക്കി കാണിച്ചിരിക്കുകയാണ്. അസർപ്പ് പച്ചപ്പടയുടെ പറയുന്ന പോലെയുള്ള കള്ളപ്പന്നി എന്ന് പറയുന്ന ശ്രീനിവാസന്റെ ആ ഡയലോഗിനെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് അത്തരമൊരു കാര്യം ഇട്ടിരിക്കുന്നത്. അങ്ങനെ ലീഗിനെ കൃത്യമായി തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ലീഗിനെതിരെ രൂക്ഷമായ രീതിയിൽ ഒരു വിമർശനമാണ് PV Anwar MLA ഉന്നയിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നതും ഇതാണ്, ഈ എല്ലാ ചോദ്യങ്ങളിലും ലീഗിന് മറുപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം ഒരുപാട് തവണ ലീഗ് അത് കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ലീഗ്. ഒരിക്കലും അങ്ങനെ കോൺഗ്രസിന്റെ കാലിനടിയിൽ ഞെരിഞ്ഞമരാനൊന്നും ലീഗ് നിൽക്കില്ല. ലീഗിന് ലീഗിൻ്റെതായിട്ടുള്ള നിലപാടുണ്ട്. അത് പല തവണ ലീഗിന്റെ നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കോൺഗ്രസിന് മൃദുഹിന്ദുത്വ സമീപനമുണ്ടെന്ന് സംബന്ധിച്ചവരാണ്. കോൺഗ്രസിൽ അഴകുഴമ്പൻ സമീപനമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ്. കോൺഗ്രസിന്റെ മെല്ലെപ്പോക്കിനെ ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. എന്തിനേറെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പോലും ഈ കഴിഞ്ഞ പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിന് ഒരു മെല്ലെപ്പോക്കുണ്ട്, എന്തോ ഒരു ഉഴപ്പുണ്ട്, അത് മാറ്റണം, കോൺഗ്രസ് ഇറങ്ങി വരണം, ജനങ്ങളിലേക്ക് എത്തണം, തെരഞ്ഞെടുപ്പിന് തയ്യാറാകണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ പ്രസംഗം അവസാനിപ്പിച്ചത്. അപ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയാം ഈ കോൺഗ്രസിന്റെ സമീപനം ഇതാണെന്ന്. പക്ഷെ ലീഗ് ഇങ്ങനെ ന്യായീകരിച്ച് നടന്നാൽ ജനങ്ങൾ ലീഗിനെ എങ്ങനെ കാണും? ലീഗിനുള്ളിലുള്ളവർ പോലും ചിലർ അസ്വസ്ഥരാണ് നേതാക്കളെ. കാരണം കോൺഗ്രസിന്റെ ഇത്തരം സമീപനങ്ങളിൽ ഈ പലസ്തീൻ വിഷയത്തിൽ പോലും ഒറ്റയടിക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചില്ല എന്നാണ്. വർക്കിംഗ് കമ്മിറ്റി അവിടെ എന്തോ പ്രമേയം പാസ്സാക്കി. അയ്യോ, ആ പ്രമേയം പാസ്സാക്കിയപ്പോഴേക്കും ഇസ്രായേലുകാരൊക്കെ പേടിച്ച് ഓടി. ഇതാണ് കോൺഗ്രസ്സുകാർ ആദ്യം പറയുന്നത്, ഞങ്ങൾ ആദ്യം പ്രമേയം പാസ്സാക്കിയവർ ഞങ്ങളാണ്. റോഡിലിറങ്ങി പ്രതിഷേധം നടത്തണ്ടേ? അതല്ലേ ആദ്യം ചെയ്യേണ്ടത്. അപ്പോ അത്തരത്തിൽ മുസ്ലിം ലീഗിന് പോലും സംശയം ഉണ്ടാകുന്ന രീതിയിൽ ഏറ്റവും അവസാനം ഇവിടെ പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടി നടത്തിയത് കോൺഗ്രസ് ആണെന്നുള്ളതാണ്. അതും കോഴിക്കോട് കടപ്പുറത്ത്, എല്ലാവരും കോഴിക്കോട് കടപ്പുറത്താണ് നടത്തിയത്. ഇതൊക്കെ നേരത്തെ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ വാക്കുകളെല്ലാം ഞാൻ കടമെടുത്തത് PV Anwarന്റെ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിലെ ആധാരമാക്കിക്കൊണ്ടാണ്. അത്തരത്തിൽ ഈ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ എപ്പോഴും മുൻപന്തിയിലുള്ള ന്യൂനപക്ഷ പാർട്ടി, സമുദായ പാർട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗ്, അവർ നിൽക്കുന്ന അല്ലെങ്കിൽ അവർ ഉൾപ്പെടുന്ന ഈ കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണിയുടെ ഭാഗമാണല്ലോ മുസ്ലിം ലീഗ്. അപ്പോൾ ഈ മുന്നണിയിലുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസിനെ പോലെയുള്ള ഒരു ദേശീയ പാർട്ടിയിൽ അതിനിടയിൽ ഉണ്ടാകുന്ന ഈ വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കണം. PMA സലാം അക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. അത് മറ്റൊരു വാർത്തയിൽ ഞാൻ ചെയ്തിട്ടുമുണ്ട്. കാരണം PMA സലാമിന്റെ നിലപാടുകൾ വ്യക്തമായിരുന്നു. PMA സലാം പറയാതെ പറയുന്നുണ്ട്. നേരത്തെയും ഇക്കാര്യത്തിൽ PK കുഞ്ഞാലിക്കുട്ടി അടക്കം അക്കാര്യമൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കാരണം LDF സർക്കാരിന്റെ ഒന്നാം പിണറായി സർക്കാരിന് ശേഷം രണ്ടാം പിണറായി സർക്കാരിന്റെ 100 ദിനങ്ങൾ പിന്നിട്ടപ്പോൾ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നതിനിടയിൽ ഈ കാര്യം കൂടി ചോദിച്ചിരുന്നു, ഈ കോൺഗ്രസിന്റെ മൃദുഹിന്ദുത്വ സമീപനത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. അപ്പോൾ അന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്, അത് ഞങ്ങൾ പരിശോധിച്ചു വരുന്നുണ്ട്, തിരുത്തേണ്ട നടപടികളാണെങ്കിൽ തിരുത്തിക്കും. ലീഗിന് അതറിയാമല്ലോ. ലീഗ് അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാറില്ല. പക്ഷെ മുന്നണിയിൽ ഏതെങ്കിലും തിരുത്തൽ വേണമെങ്കിൽ ഒരു തിരുത്തൽ ശക്തിയായി തന്നെ UDF-നകത്ത് ലീഗുണ്ട് എന്ന് കുഞ്ഞാലിക്കുട്ടി അന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോ തിരുത്തി എത്ര എണ്ണം തിരുത്തി എന്നുള്ള എണ്ണം ഇപ്പോൾ ലീഗുകാരുടെ കയ്യിലില്ല എന്നും കൂടിയാണ് PV അൻവർ പറഞ്ഞു വെക്കുന്നത്.